ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാവാനായി ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ വിട്ടുകൊടുക്കുകയില്ല. ആരെ വേണമെങ്കിലും അച്ഛന് കാണാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ ഒരാളും എന്റെ വിഷ്ണുവേട്ടനെ തിരക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോരുത്. വേലായുധനെ കുത്തിയതിന് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. മാഡം സഹകരിക്കണം. സാറേ, വിഷ്ണു അല്ല അത് ചെയ്തത്. വേലായുധനെ കുത്തിയത് മാർക്കറ്റിനകത്തുള്ള ചാച്ചപ്പനാ. താൻ കണ്ടോ? കുത്തുന്ന താൻ കണ്ടോന്നാ ചോദിച്ചത്. മാഡം സഹകരിക്കണം പ്ലീസ്. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. അച്ഛാ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. വിഷ്ണുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വിഷ്ണുവേട്ടന് വിശ്വാസമുള്ളിടത്തോളം കാലം വിഷ്ണുവേട്ടനെ രക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. വിഷ്ണുവേട്ട, ധൈര്യമായിട്ടിരിക്കെ. ഇതിലും വലിയ കടമ്പകൾ കടന്നിട്ടുള്ളവരാ. ഈ പ്രതിസന്ധിയും നമ്മൾ തരണം ചെയ്യും. വിഷ്ണുവേട്ട, ഒരു ടെൻഷനും വേണ്ട. ഞാനുണ്ടല്ലോ പുറത്ത്. ധൈര്യമായിട്ടിരിക്കെ. മാഡം, ഞങ്ങൾ വിഷ്ണുവിനെ കൊണ്ടുപോവാണ്. സഹകരിക്കണം മാഡം. പിടിച്ചേട്ടോ സർ. അർജുനേട്ടാ. ശാലിനി, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ശാലിനിക്ക് ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ? അർജുനേട്ടാ, നമ്മൾ പ്രതീക്ഷിച്ചത് സംഭവിച്ചു കഴിഞ്ഞു. ഓ, എന്നാ നമുക്ക് സ്റ്റേഷനിലേക്ക് തന്നെ പോവാം. ശരി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ ശരി, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം രണ്ടുപേരും തരുന്നതുമില്ല. പക്ഷേ തരേണ്ടി വരും. ആദ്യം ഞാൻ വിഷ്ണുവേട്ടനെ ഇറക്കാനുള്ള വഴി നോക്കട്ടെ. ഒരു കാരണവശാലും സത്യം പുറത്തറിയരുത്. നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുറ്റക്കാരൻ ചാച്ചപ്പനാ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നെ നീ ചതിക്കാതിരുന്നാൽ മാത്രം മതി.